Once again, all of you, welcome back to my YouTube channel. My name is Sadhya. So, in our previous class, we discussed the chemical properties and physical properties of metals. Okay. അപ്പം എൻ്റെ പേര് ആതിര. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസ് മെറ്റൽസിൻ്റെ ജസ്റ്റ് ഒരൊറ്റ കെമിക്കൽ പ്രോപ്പർട്ടി മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. എന്നാലും ആ ഒരു പോർഷനിൽ നിന്ന് അത്യാവശ്യം ചോദിക്കാൻ ചാൻസ് ഉള്ള 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. പഠിച്ചാൽ മാത്രം പോരല്ലോ, നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലും കൂടെ എന്ത് ചെയ്യണം, ഒന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യകത ഉണ്ട്. അപ്പം പഠിച്ച ആ ഒരു പോർഷനെ ബേസ് ചെയ്ത് നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഇന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസിൽ ആ ഫസ്റ്റ് റിയാക്ഷൻ ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജൻ എന്നൊരു പോർഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യനാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം. ഓക്കെ, സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം. യു പ്ലീസ് നോട്ട് ഡൗൺ ദ നെയിം ഓഫ് ദീസ് മെറ്റൽസ്. സോഡിയം, പൊട്ടാസ്യം ആൻഡ് ലിഥിയം. These metals are stored under kerosene. Give reason. സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നീ 3 മെറ്റൽസ് നമ്മൾ കെറോസീനിൽ സൂക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? ദാറ്റ്സ് ദ ക്വസ്റ്റ്യൻ. അപ്പം നമ്മൾ റിയാക്ടിവിറ്റി ഫസ്റ്റ് ഓക്സിജനുമായിട്ടുള്ള മെറ്റൽസിന്റെ റിയാക്ടിവിറ്റി പഠിച്ചപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം ഈ 3 മെറ്റൽസ് എന്താണ്, ഭയങ്കര വിഗറസ് ആയിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു. അപ്പം ഇത് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും, ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്ത് ഫയറിനെ ക്യാച്ച് ചെയ്യാനുള്ളൊരു ചാൻസ് ഉള്ളതുകൊണ്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനെ എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കെറോസീനിൽ സ്റ്റോർ ചെയ്യുന്നത്. ദീസ് മെറ്റൽസ് ആർ റിയാക്ട് വിഗറസ്ലി വിത്ത് ഓക്സിജൻ ആൻഡ് ദർ ഈസ് എ ചാൻസ് ഓഫ് ഫയർ ക്യാച്ചിങ് ദ ഫയർ. That's why to prevent this reaction we are storing these metals in kerosene. സോഡിയം, പൊട്ടാസ്യം, ലിഥിയം മെറ്റൽസിന്റെ പേര് ഓർത്തു വെക്കുക. സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നീ 3 മെറ്റൽസ് നമ്മൾ കെറോസിനിൽ സൂക്ഷിക്കുന്നതിന്റെ കാരണം എന്താണ്? വൈ ദീസ് 3 മെറ്റൽസ് ആർ സ്റ്റോർഡ് അണ്ടർ കെറോസിൻ, ഗീവ് റീസൺ എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ these 3 metals react with oxygen very vigorously and they will catch fire. To prevent this reaction we are storing these metals under kerosene. അപ്പം ഈ മെറ്റൽസ് ഓക്സിജനുമായിട്ട് വിഗറസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മെറ്റൽസിനെ എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കെറോസീനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു പോർഷൻ ക്ലിയർ ആണ് എന്ന് കരുതുന്നു. അപ്പം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് റിയാക്ഷൻസ് നമ്മൾ പഠിച്ചതിനകത്ത് മെറ്റൽസിന്റെ റിയാക്ടിവിറ്റിയുമായി റിലേറ്റ് ചെയ്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് സോഡിയം, പൊട്ടാസ്യം, ലിഥിയം എന്നീ 3 മെറ്റൽസ് എന്തിനാണ് കെറോസീനിൽ സൂക്ഷിക്കുന്നത്, കാരണം എന്ത്? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം എന്താണ് കാരണം? ഈ 3 മെറ്റൽസും വളരെ വിഗറസ് ആയിട്ട് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് ഫയർ ക്യാച്ച് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ഫയർ ക്യാച്ച് ചെയ്യുന്ന പ്രോസസ്സ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മെറ്റൽസിനെ എന്തിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്, കെറോസീനിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അലൂമിനിയം ഇസ് എ ഹൈലി റിയാക്റ്റീവ് മെറ്റൽ, സ്റ്റിൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് യൂട്ടൻസിൽ ഫോർ കുക്കിംഗ്. വൈ? അപ്പം അലൂമിനിയം എന്ന് പറയുന്നത് എന്താണ്, വളരെ റിയാക്ടിവിറ്റി, നമ്മുടെ ഒരു റിയാക്ടിവിറ്റി സീരീസ് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അലൂമിനിയം ഈസ് എ വെരി റിയാക്റ്റീവ് മെറ്റൽ. ദെൻ വി ആർ യൂസിങ് ദിസ് മെറ്റൽ ഫോർ പ്രിപ്പയറിംഗ് യൂട്ടൻസിൽസ് ഫോർ കുക്കിംഗ്. വൈ? അപ്പം അലൂമിനിയം എന്ന് പറയുന്നത് വളരെ റിയാക്ടിവിറ്റി കൂടിയ ഒരു മെറ്റലായിട്ട് പോലും നമ്മൾ ഇതിനെ നമ്മുടെ കിച്ചണിൽ പാത്രങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. എന്തുകൊണ്ട്? ദാറ്റ്സ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. സോ കെമിക്കൽ പ്രോപ്പർട്ടിയുമായി റിലേറ്റ് ചെയ്ത് സെയിം പോർഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം അവിടെ നമ്മളൊരു പോയിന്റ് പറഞ്ഞിരുന്നു, അലൂമിനിയം റിയാക്ട്സ് ഓക്സിജൻ വിത്ത് വെരി സ്ലോലി എന്ന്. അപ്പം ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ പോലും വളരെ സ്ലോ ആയിട്ട് റിയാക്ട് ചെയ്യുന്നൊരു മെറ്റലാണ് അലൂമിനിയം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കാരണം എന്താണ്? ദർ ഈസ് എ ഫോർമേഷൻ ഓഫ് മെറ്റൽ ഓക്സൈഡ് ആൻഡ് ദിസ് ലെയർ പ്രിവെന്റ് ദ ഫർദർ ഓക്സിഡേഷൻ. ഈ അലൂമിനിയം ഫസ്റ്റ് ഓക്സിജനുമായിട്ടൊന്ന് റിയാക്ട് ചെയ്തിട്ട് അതിൻ്റെ സർഫസിൽ അലൂമിനിയം ഓക്സൈഡിൻ്റെ ഒരു ലെയർ എന്ത് ചെയ്യും, ഫോം ചെയ്യിക്കും. ഈ അലൂമിനിയം ഓക്സൈഡിൻ്റെ ലെയർ പിന്നീട് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ അലൂമിനിയം എന്ന മെറ്റലിനെ എന്ത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, യൂട്ടൻസിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അലൂമിനിയം ഇസ് എ വെരി റിയാക്റ്റീവ് മെറ്റൽ. ദെൻ വി ആർ യൂസിങ് ദിസ് മെറ്റൽ ഫോർ പ്രിപ്പയറിംഗ് യൂട്ടൻസിൽസ്. വൈ? നമ്മൾ പാത്രങ്ങൾ നിർമ്മിക്കാൻ വേണ്ടി അലൂമിനിയം മെറ്റൽ ഒരു റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ആയിരുന്നിട്ട് പോലും, ആ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ എന്ന് പറയുന്ന റിയാക്ടിവിറ്റി സീരീസിന്റെ ബേസിലാണ് പറഞ്ഞിരിക്കുന്നത്. റിയാക്ടിവിറ്റി കൂടിയ മെറ്റലായ അലൂമിനിയത്തിനെ നമ്മൾ എന്തുകൊണ്ടാണ് യൂട്ടൻസിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ഇതാണ്. അലൂമിനിയം ഫസ്റ്റ്ലി റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം എ അലൂമിനിയം ഓക്സൈഡ് ആൻഡ് ദിസ് ഓക്സൈഡ് കോട്ടഡ് വിത്ത് ദ സർഫസ് ഓഫ് ദ അലൂമിനിയം. ഈ അലൂമിനിയത്തിന്റെ സർഫസിൽ എന്തെങ്കിലും കോട്ട് ചെയ്യും, ഈ അലൂമിനിയം ഓക്സൈഡിന്റെ ലെയർ കോട്ട് ചെയ്തിട്ട് ദിസ് ലെയർ പ്രിവെന്റ് ഫർദർ ഓക്സിഡേഷൻ. പിന്നീട് ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷനെ ഈ അലൂമിനിയം ഓക്സൈഡിന്റെ ലെയർ പ്രിവെന്റ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ എന്തിനെ യൂട്ടൻസിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്, അലൂമിനിയത്തിനെ യൂട്ടൻസിൽസ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
ഗോൾഡ് പ്ലാറ്റിനം ആൻഡ് സിൽവർ ആർ യൂസ്ഡ് ടു മേക്ക് ജ്വല്ലറി ഗീവ് റീസൺ. അപ്പം ഗോൾഡ് പ്ലാറ്റിനം ആൻഡ് സിൽവർ, ഗോൾഡ് പ്ലാറ്റിനം സിൽവർ എന്നീ മെറ്റൽസ് നമ്മൾ ജ്വല്ലറീസ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗോൾഡ് പ്ലാറ്റിനം സിൽവർ ഈ 3 മെറ്റൽസ് ഒന്നും എന്തുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല നമ്മൾ പഠിച്ചു, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് അവർ എന്തെന്ന് പറയുന്നത് നോബിൾ മെറ്റൽസ് എന്നൊക്കെ പറയും. ഗോൾഡും പ്ലാറ്റിനും എന്താണ് നോബിൾ മെറ്റൽസ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം അവർ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യില്ല, റിയാക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ ദീസ് മെറ്റൽസ് ആർ നോൺ ആസ് നോബിൾ മെറ്റൽസ്. ആൻഡ് ഹിയർ വി ആർ യൂസിങ് ദിസ് ഗോൾഡ് പ്ലാറ്റിനം ആൻഡ് സിൽവർ ബിക്കോസ് ദേ ആർ ദാറ്റ് മച്ച് മാല്യബിൾ. അതെന്താണ് നന്നായിട്ട് മാല്യബിൾ ആയിട്ടുള്ള മെറ്റൽസ് ആണ്. അപ്പോൾ മാല്യബിൾ എന്ന് പറയുമ്പം നമുക്ക് അടിച്ച് പരത്തി നമ്മൾക്ക് ആവശ്യമായുള്ള ഷേപ്പിൽ അതിനെ മൗൾഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നുണ്ട്. മാലിബിലിറ്റി എന്ന മെറ്റലിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ ജ്വല്ലറി മേക്ക് ചെയ്യുന്ന പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ സെക്കൻഡ് വൺ എന്താണ്, അവർ ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ റേറ്റ് എന്താ വളരെ സ്ലോ ആണ്. മീൻസ് അവർ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. ദാറ്റ്സ് വൈ ദേ ആർ നോൺ ആസ് നോബിൾ മെറ്റൽസ്. അതുകൊണ്ടാണ് നമ്മൾ ഗോൾഡിനെയും പ്ലാറ്റിനത്തിനെയും നോബിൾ മെറ്റൽസ് എന്ന് പറയുന്നത്. യുവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മെറ്റാലിക് സിൽവർ ഡസ് നോട്ട് കമ്പൈൻ വിത്ത് ഓക്സിജൻ ഓഫ് എയർ. ഹവർ പ്രൊലോങ്ഡ് എക്സ്പോഷർ ഓഫ് സിൽവർ ടു അറ്റ്മോസ്ഫിയറിക് എയർ മേക്സ് ദ മെറ്റൽ ബ്ലാക്ക്. അപ്പം സിൽവർ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടാണ് ഈ സിൽവർ എന്ന് വെച്ചാൽ പെൺകുച്ചങ്ങളുടെയൊക്കെ കാലിൽ കിടക്കുന്ന കൊലുസ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവരുടെ കാലിലുള്ള ഈ കൊലുസ് സിൽവറാണ് അല്ലെ, വെള്ളി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. എന്നിട്ടും ഈ ഒരു മെറ്റൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്തായിട്ട് ഒരു ബ്ലാക്ക് കളറിലേക്ക്, ഒരു ഡൾ കളറിലേക്ക് മാറുന്നുണ്ട്. എന്തുകൊണ്ടാണ്? എന്നാൽ ഓക്സിജനുമായിട്ട് എന്ത് ചെയ്യത്തില്ല, റിയാക്ട് ചെയ്യത്തുമില്ല. വാട്ട്സ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? എന്താണ് ഇതിനുള്ള കാരണം, എന്താണ് ആ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം സിൽവർ എന്ത് ചെയ്യത്തില്ല, ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യത്തില്ല. എന്നാൽ പോലും നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള ഹൈഡ്രജൻ സൾഫൈഡ് എന്ന ഗ്യാസുമായിട്ട് എന്ത് ചെയ്യും, ഈ സിൽവർ റിയാക്ട് ചെയ്തിട്ട് അവിടെ സിൽവർ സൾഫൈഡ് എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്ത് അതാണ് സിൽവറിനെ എന്ത് കളറിലേക്ക്, ഒരു ഡൾ അല്ലെങ്കിൽ ഒരു ബ്ലാക്ക് കളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് തന്നെ പഠിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.